ഉൽപ്പത്തി ഗ്രന്ഥം അധ്യായം 15 വാക്യം 1 മുതൽ നമ്മൾ വായിച്ച് കേൾക്കുന്നു. ദൈവം എബ്രഹാമിന് ദർശനം നൽകി പറഞ്ഞു, എബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ എബ്രഹാം ദൈവത്തോട് പറയുകയാണ്, ഇതുമാത്രം പോരാ, എനിക്കൊരു കുഞ്ഞിനെ വേണം. ഒരു വയസ്സായ പ്രായം ചെന്ന ഒരു എബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു കുഞ്ഞിനെ വേണം. അങ്ങനെ എബ്രഹാമിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ്. എബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നിനക്ക് ഉണ്ടാവുന്ന സന്തതികൾ ആകാശത്തെ നക്ഷത്രങ്ങളെക്കാളും കൂടുതലായിരിക്കും എന്ന്. സ്നേഹമുള്ളവരെ, ഇതേപോലെ ഒരു പ്രാർത്ഥന നമ്മൾ കേൾക്കുന്നു. ലൂക്കായുടെ സുവിശേഷം അധ്യായം 1:13 സഖറായ ദൈവത്തോട് വാർദ്ധക്യത്തിലും പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു കുഞ്ഞിനെ നൽകണമേ. അതുകൊണ്ടാണ് മാലാഖ സഖറായയ്ക്ക് ദർശനം നൽകിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത്, സഖറായ, നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു, അതുകൊണ്ട് നിനക്ക് ഒരു കുഞ്ഞുണ്ടാവും, ആ കുഞ്ഞിന് ജോൺ എന്ന പേരിടണം. സ്നേഹമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സത്യസന്ധമായ ആവശ്യങ്ങളുണ്ട്. അത് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ആദ്യം നമ്മൾ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നൽകും. നമ്മുടെ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും നമ്മുടെ അവസ്ഥ പ്രതികൂലമാണെങ്കിലും നമ്മൾ ചോദിക്കണം. കാരണം ചോദിക്കുന്നത് സർവശക്തനായ ദൈവത്തോടാണ്. ആ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. അതിനാൽ പ്രതീക്ഷ കൈവിടാതെ നമുക്ക് നമ്മുടെ സത്യസന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ചോദിക്കാം. ആമേൻ.